വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എന്താ വീഡിയോ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതെ, കൊഞ്ച് അഥവാ ചെമ്മീൻ എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചെമ്മീൻ ഓരോന്നായിട്ട് എടുക്കാം. അതിൻ്റെ നടുഭാഗത്തെ തൊലി വേണം ആദ്യം കളയാൻ. പിന്നീട് നമുക്ക് തലഭാഗത്തെ തൊലി കൂടി കളയാം. പിന്നീട് വാൽഭാഗത്തെ തൊലി ഒന്ന് പതുക്കി ഒന്ന് ഒലിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വാൽഭാഗത്ത് പിടിച്ചൊന്ന് പ്രസ് ചെയ്തൊന്ന് വലിച്ചാൽ മതി. മാംസം ഒട്ടും തന്നെ പോകാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഈ തലഭാഗത്തായിട്ട് ആ ഒരു യെല്ലോ ഷെയ്ഡ് വന്നേക്കുന്നുണ്ടോ, അവിടെ ഒരു നാരുണ്ട്. നമ്മൾ കൈ ഉപയോഗിച്ചൊന്ന് പതുക്കെ പുറത്തേക്ക് വലിച്ചെടുത്താൽ അത് വേഗത്തിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ചിലർ ഈ നാര് റിമൂവ് ചെയ്യാറില്ല, ചിലരത് കളയാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാത്തിലും നാരൊന്നും റിമൂവ് ചെയ്തിട്ടില്ല, ഞങ്ങളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ചെമ്മീൻ ഇടത്തരം വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ് കേട്ടോ. വളരെ ചെറിയ ചെമ്മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ നാര് എല്ലാത്തിൻ്റെയും കളഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ആ നാര് കളയാത്തത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചെമ്മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കെട്ടുകളിലൊക്കെ കിട്ടുന്ന ചെമ്മീനാണ് കേട്ടോ. ഇതിൽ തന്നെ 3 തരം ചെമ്മീനുണ്ട്. നാരൻ ചെമ്മീൻ, ചൂളൻ ചെമ്മീൻ, തെള്ളിച്ചെമ്മീൻ. ഇത് 3ഉം ഈ വീഡിയോയിൽ എടുത്തിരിക്കുന്ന ചെമ്മീനിലുണ്ട് കേട്ടോ. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, ചെമ്മീൻ്റെ തലഭാഗത്ത് മുള്ളുണ്ടാവും. മുള്ള് നമ്മുടെ കയ്യിൽ പെട്ടെന്നെങ്ങാനും അറിയാണ്ട് കൊണ്ടാൽ നല്ല വേദന എടുക്കും. വേദന വന്നാൽ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും, എന്നാലും മാറും. പക്ഷെ നല്ല രീതിയിലുള്ള വേദന ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ചെമ്മീൻ കൂടി നമുക്കൊന്ന് വേഗത്തിൽ വൃത്തിയാക്കി എടുക്കാം. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, തൊണ്ട് നടുഭാഗത്ത് നിന്ന് വേണം റിമൂവ് ചെയ്ത് തുടങ്ങാമെന്ന്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് തല റിമൂവ് ചെയ്തിട്ട് പിന്നീട് അവിടെ നിന്ന് തന്നെ തൊണ്ട് റിമൂവ് ചെയ്ത് പിന്നെ വാല് ആകുമ്പോഴത്തേനും വാലിൻ്റെ അറ്റത്ത് പ്രസ് ചെയ്ത് ചെമ്മീൻ മുഴുവനായിട്ടും എടുക്കാം. ഇതാ ഇവിടെ 1.5 കിലോ ചെമ്മീനും വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റ്, ചെമ്മീൻ തീയൽ, അങ്ങനെ പല വെറൈറ്റി ഓഫ് ഡിഷസും ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.